Up in the mandarin. One of Rock's favourite fruits. Yeah. Yeah, he loves mandarins. Give to her also. You can give to it directly to her. He doesn't share very much. Tastes good. Tastes good. Very good. Very good. Very good flavour. Nice and sweet. Yeah. No, it's beautiful. And very juicy. Nice. Very juicy. A lot of mandarins are ഏതാ dry. കൂടുതലും മധുരം നോക്കിയതാണ് choice, yeah. ഞാൻ പലതും പറഞ്ഞു അപ്പോൾ ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവരുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഓറഞ്ച് കൊള്ളാം അതെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നാൽ ഇഷ്ടം പോലെ കഴിക്കുന്നവരാണ്. കഴിക്കുന്നവരാണ്. അതെ വീട്ടിലുണ്ട്. കഴിച്ചിട്ട് നല്ലതാന്നല്ലേ പറഞ്ഞു. നല്ല ജ്യൂസിയാണ്, നല്ല ഫ്ലേവറാണ്. ഓക്കെ. ഓസ്ട്രേലിയയിലുള്ള മാൻഡോ നമ്മുടെ കേരളത്തിൽ മിറാക്കിൾ ഫാം ഹൗസ് ഉണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ ഇങ്ങനെ ഒരു തോട്ടം? സൂപ്പർ. ഐ യൂസ് ടു സി ഞാൻ നേരത്തെ തൊട്ടേ ഫോളോവറാണ് ബീച്ചേട്ടൻ്റെ. ഞാൻ കറുകുറ്റിയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. ഇവിടെ വരാമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പം വരാൻ പറ്റി. ഓക്കെ. അത് പറിക്കാം. ഓടി ഓടി പോരെ. മധുരം ഉണ്ടോ നോക്കി. Rock, this is a bunch. Wow. Good one, Lena. Yeah, very good. Good one. This is different. Or the same? അല്ല അല്ല ഓൾ സെയിം. Or the ഇത് same? ഇച്ചിരി പഴുത്തതാണ്. This bigger. I think more colourful. ആ Right. ഇംഗ്ലീഷ് അറിയാവുന്ന ഞാൻ ഒത്തിരി പറഞ്ഞേനെ. He's saying if he knows English, no, he will say so much. Oh, yeah, yeah. അത് പറിച്ചു കൊടുത്തായിരുന്നു ഞങ്ങള്. ആണോ? അത് പറിക്കണ്ട. ഇതിനിച്ചിരി പുളിയായിരിക്കും എന്ന് പറ. എന്നാ ഇത് നമ്മുടെ മൊസാമ്പിയാണ്. ഒത്തിരി പഴുത്തിട്ടില്ല കേട്ടോ. നല്ല മഞ്ഞ കളറാകണം, എന്നാലും മധുരമുള്ളൂ. എന്നാലും ഇവർ വന്നപ്പോൾ സന്തോഷത്തിന് കൊടുക്കുന്നു. They're a little bit like passion fruit. Not passion fruit, No, a little not bit like grapefruit. Another one. പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, തീർന്നു. No, grapefruit, I meant. It's a little bit like grapefruit, isn't it? Yeah, it's good on that. ഓ അങ്കമാലിയിൽ ഇതിന് എന്നെ മധുരമെന്നറിയോ. ഓ എൻ്റെ പൊന്നെ, മനുഷ്യൻ സമ്മതിക്കാതെ പോവുകയല്ല. Remove like this. Oh, the CC. Yeah. See, then we can bite it. നേടാ Like this. Rock, do it like We call in Malayalam kambli. like a watermelon, like a... Yeah, the bigger of the watermelon, not the watermelon. ആ വാട്ടർ മെലൺ. Another യെസ് മധുരമുണ്ട്. നല്ലത് പറിച്ചു തരാനാണ് ഞാൻ നോക്കുന്നത് അവർക്ക് കൊടുക്കുമ്പോഴേ. ഇവിടെ Can you pluck it? Can pluck it. And I'll cut it. Can we have it? Yeah. നല്ലതാണോ? See, Can you? it tastes Can you? different. Oh, that's all right. We'll share. Let Rock have it. He likes Yeah, Lena. just one. Try it. Just one. പഴുത്ത ഓവർ പഴുക്ക വേണ്ട. നല്ലതാണോ? Tasty. Look good then. Very tasty. കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്. എൻ്റെ പേര് ബിജു, മിറാക്കിൾ ഫാം ഹൗസ്. ഇത് കട്ടപ്പനയാണ്. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഫാം ഹൗസിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളൊരു ചെറിയ ഞാൻ എങ്ങനെയായിരുന്നു, ഒരു സമ്മിശ്ര കർഷകനായിരുന്നു. അതിനകത്ത് സ്റ്റേറ്റ് അവാർഡ് 3 ഉണ്ട്. കർഷകോത്തമ കർഷകത്തിൽ മികച്ച കർഷകൻ. പിന്നെ ഒരു 28ഓളം മറ്റുള്ള അവാർഡുകൾ. കരിങ്കോഴി, അതുപോലെ തന്നെ ഇവർ കേൾക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ കയറ്റും കേട്ടോ. ഓക്കെ. പിന്നെ ആടിൻ്റെ ഫാമായിരുന്നു, 100 ആട്. അപ്പം പിന്നെ നമുക്ക് മീൻ, അങ്ങനെ കുറേ കൃഷികൾ ചെയ്തു. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ വന്ന് അവസാനം ഇപ്പോൾ ഈ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സിൻ്റെ ഒരു മേഖലയിലേക്ക് വന്നു. അപ്പോൾ അതുവഴി അനേകർ ഇവരെ പോലുള്ളവർ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നാണ്. അവർ ജർമ്മനിലെ ഇറ്റലിയാണ് അവരുടെ ദേശം. Roots are Italian. Roots. Base avada. ഓക്കെ ബേസ് അവിടെ. The tree is Australian. ഓക്കെ ഓക്കെ Roots Italian. No, Italian. ഓക്കെ Where avada? You understood that? Yeah. So the tree Australia, The root. the roots Italian. ഇറ്റലി. ഓക്കെ മരം അവിടെ വേര് ഇറ്റലിയിലുമാണ് പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ വരാനും ഒക്കെ ഇടയായത് ഒരു ദൈവാനുഗ്രഹം. അപ്പോൾ എന്നെ ഇവിടെ വരെ അനേകർ വരുന്നു കേട്ടോ. എല്ലാ പൊസിഷനിലുള്ള ആൾക്കാർ വരുന്നു. അത് കാർഷിക മേഖലയും കൊണ്ട് ഇങ്ങനെയൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയിൽ വരുന്നതിനപ്പുറം എനിക്കൊരു എന്താ പറയുന്നത്, ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം 8ാം ക്ലാസ്സാണ്. ഞാനൊരു സമ്മിശ്ര കർഷകനായിട്ട് ഇപ്പം വന്ന്
എനിക്കിപ്പോൾ നമ്മുടെ ഫാം അങ്കമാലിയിലുണ്ട്. ഈ കട്ടപ്പനത്തെ ഒന്ന് പുതിയ വെറൈറ്റീസ് എപ്പോഴും നമ്മൾ ഒരു എന്നാ പറയുന്ന മൂക്കച്ചായ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ വെറൈറ്റീസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ പോലുള്ളവരൊക്കെ ഇവിടെ വരാനും ഒക്കെ ഇടവരുന്നത് ഇങ്ങനെയുള്ള കൃഷി മേഖലയും കൊണ്ടാണ് ദൈവം കൊണ്ടുവന്നത്. അപ്പം കൃഷിയെ പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്ന പുതിയ തലമുറയ്ക്ക് നല്ല രീതിയിൽ അവർക്കും സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാക്കാം. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ചെയ്യാനും അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള മെഷീൻസും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ആ മേഖലയിലേക്ക് വരാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ പരിചയപ്പെടുത്തി എന്നുള്ള അങ്ങനെ വന്നാണ് മിറാക്കിൾ ഫാമിൽ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ അധ്വാനവും മിറാക്കിൾ ഫാമിൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ളതിലൊക്കെ സ്റ്റോറികൾ ഇട്ടിട്ടുണ്ട്. ഞാനൊരു ബേസിക്കലി ഫോട്ടോഗ്രാഫറായിരുന്നു 25 വർഷം, 25 ഇയേഴ്സ് സൗദി അറേബ്യ, ബോംബെ, ഇവിടെയും. അപ്പം അതിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഏറ്റവും നല്ലതും ദൈവാനുഗ്രഹത്താൽ സമാധാനമുള്ളതും ഹൃദയത്തിന് എന്ന് പറഞ്ഞാൽ കുളിർമയുള്ളതുമായ ഒരു ജോലിയാണ് കാർഷിക വൃത്തി. അപ്പോൾ അതിൽ ഞാൻ മുൻ മുഖ്യമന്ത്രിയിൽ നിന്നാണ് കർഷക തിലക അവാർഡ് മേടിച്ച്, കൃഷി വകുപ്പ് മന്ത്രി സുനിൽ കുമാറിൽ നിന്നാണ് കർഷകോത്തമ വാങ്ങിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഞാൻ അംഗീകരിക്കപ്പെട്ട കർഷക ഉത്തമ അവാർഡുകാരനൊക്കെയാണ്. അങ്ങനെ കുറേ മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യും. അപ്പം മീൻ വളർത്തുന്നുണ്ട്, ഇപ്പോഴും മീൻ വിട്ടുകളഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ മേഖലയും ഇവരൊക്കെ വന്നതിനും ഒക്കെ അതിനൊരു ദൈവത്തിനൊരു നന്ദിയുണ്ട്. എല്ലാത്തിൻ്റെയും എൻ്റെ പിന്നിൽ, എൻ്റെ അധ്വാനത്തിന് പിന്നിൽ സ്നേഹിതനെ പോലെ നിന്ന ദൈവമാണ് എന്നെ കൊണ്ടാവുന്നത്. ഇത് ആപ്പിളാണ് കേട്ടോ. ഇത് എപ്പോഴും ഉണ്ടാവും. ഒരു 365 ദിവസവും ഇവിടെ ആപ്പിളുണ്ട്. അപ്പോൾ ഇതൊരു സമയം ഇതുണ്ടോ, ഈ ആപ്പിൾ പഴുത്ത് തീരുന്നതിന് മുമ്പ് ഇവിടെ അടുത്ത ഫ്ലവറിങ് വന്നു. ഇതുണ്ടോ, ഇത് ഫ്ലവറിങ് വന്നു. ഇതെല്ലാം ഫ്ലവർ. ഇത് നോക്കി, ഇതുണ്ടോ ഫ്ലവർ കണ്ടോ വന്നേക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ ചെറിയ കായ്കൾ വന്നു തുടങ്ങുന്നത്, ചെറിയ കായ്കൾ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആപ്പിളിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ലോങ്ങണിൻ്റെ പുതിയ കൃഷി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ലോങ്ങൺ നല്ല മാർക്കറ്റിംഗ്, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യുക. ഇനി പറിച്ചാൽ ഡ്രൈ ഫ്രൂട്ട് ആയാൽ ഒരു 12,000 രൂപ വരെയാണ് ഒരു കിലോയ്ക്ക് വില, ഞാൻ എത്തി നോക്കിയിട്ട്. അപ്പം അത് നമ്മൾ വലിയ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണം. ഇത് ജനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമാണ് അതിനകത്ത്. അവരെ മാർക്കറ്റ് ചെയ്യുന്ന സിസ്റ്റവും ഇനി ഇതിന് ഫ്രൂട്ടും കൊള്ളാമെന്ന് കണ്ടാൽ മാത്രമേ പുതിയൊരു തലമുറ ഇതിലേക്ക് വരുള്ളൂ. അനേക സ്ഥലങ്ങൾ കേരളത്തിൽ വെറുതെ കിടപ്പുണ്ട്. ഇപ്പോൾ മറ്റുള്ള വീടുകളിൽ നിന്ന് ആളുകൾ പോയിട്ട് ലീസിന് പോലും ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കിടക്കുന്നു. എടുക്കുക, ചെയ്യുക, അങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വരിക. അപ്പം പുറത്തൊക്കെ നമ്മുടെ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളുള്ളവരുണ്ട്. ഞാനും പുറത്ത് പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാം. അപ്പോൾ പുതിയ തലമുറയ്ക്ക് വന്ന് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഞാൻ പറയും കേട്ടോ. നിങ്ങൾക്ക് അത് എങ്ങനെ തോന്നിയാലും എനിക്കത് വിഷയമല്ല. ആ നാട്ടിൽ സ്വന്തമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ തന്നെ തയ്യാറാകണം. ആരും കുറ്റം പറഞ്ഞിട്ടോ ഒന്നുമല്ല, അതിന് പിന്നിൽ കഷ്ടപ്പാടുണ്ട്. ഇനി എല്ലാത്തിനും ഒരു ദൈവകരം. ഇത് മാത്രമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ ഉപദേശം തരാനല്ല, പുതിയ തലമുറയ്ക്ക് പുതിയ മാർക്കറ്റിംഗ് കണ്ടെടുത്താൻ എന്നെപ്പോലെ 8ാം ക്ലാസ് വെറും വിദ്യാഭ്യാസവും വലിയ അറിവില്ലാത്തവനും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അനേക മേഖലകളിൽ എനിക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അത് നിങ്ങൾക്ക് യുവജനങ്ങൾക്ക് ഇതിലേക്ക് വരാം. ലോങ്ങണ്ട് കൃഷി ചെയ്യാം, അതിനെ ഡ്രൈ ഫ്രൂട്ടാക്കാം, നമ്മുടെ മാൻഡറിൻ ചെയ്താൽ മതി, അതിനെ ജ്യൂസാക്കാം. ഇവിടെയൊക്കെ ഏലകൃഷിയുടെ മേഖലകളാണ്. എങ്കിലും ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഞാനിത് കാണിക്കാൻ വേണ്ടി ജനത്തെ ബോധ്യപ്പെടുത്താൻ അതുവഴി ആണ് നമ്മളും ഒന്ന് കയറി വന്നത്. മിറാക്കിൾ ഫാമിങ്ങിൽ ഇങ്ങനെ അനേകർ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഓറഞ്ച് അല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, നാച്ചുറൽ. പിടിച്ചോ, ഓക്കെ, ടേക്ക് ദാറ്റ്.